നമസ്കാരം, ഏവർക്കും എൻട്രൻസ് ബോർഡിലേക്ക് സ്വാഗതം. കീം 2025 MBBS BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൺഫർമേഷൻ നൽകുവാനുള്ള അവസരം ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ കോളേജുകളിലെയും സ്വാശ്രയ കോളേജുകളിലെയും 2025 വർഷത്തെ MBBS BDS കോഴ്സിലേക്കുള്ള സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. MBBS BDS കോഴ്സുകളിൽ നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ കൺഫർമേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. ഓൺലൈൻ കൺഫർമേഷനെ തുടർന്ന് ഹയർ ഓപ്ഷൻ പുനഃക്രമീകരണം, ആവശ്യമില്ലാത്തവ റദ്ദാക്കൽ എന്നിവയ്ക്കുള്ള സൗകര്യം 23/9/2025 രാവിലെ 11 മണി വരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ MBBS BDS കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിച്ചവരും ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്തവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായും നടത്തേണ്ടതാണ്. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരുടെ MBBS BDS വിഭാഗങ്ങളിലെ ഹയർ ഓപ്ഷനിൽ റദ്ദാക്കുന്നതിനാൽ ഭാവിയിലുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ആദ്യഘട്ട അലോട്ട്മെൻറ്റിലൂടെ ഏതെങ്കിലും മെഡിക്കൽ ഡെന്റൽ കോളേജുകൾ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത സീറ്റിൽ താൽപ്പര്യമില്ലാത്ത പക്ഷം 22/9/2025 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ക്വിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അത്തരം വിദ്യാർത്ഥികളെ തുടർന്നുള്ള കേന്ദ്രീകൃത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട് എന്നീ കോളേജുകളിലേക്ക് ഈ അവസരത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ്. 23/9/2025 രാവിലെ 11 മണി വരെ ലഭിക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ MBBS BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട താത്കാലിക അലോട്ട്മെൻറ്റ് 24/9/2025 പ്രസിദ്ധീകരിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് ബാക്കി തുക ബാധകമെങ്കിൽ കൊടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ഷെഡ്യൂളിലേക്ക് നോക്കുമ്പോൾ 15/9/2025 മുതൽ MBBS BDS കോഴ്സിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും നിലവിലുള്ള ഓപ്ഷൻ പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമില്ലാത്ത റദ്ദാക്കുന്നതിനുമുള്ള സൗകര്യം ആരംഭിക്കുന്നു. 23/9/2025 രാവിലെ 11 മണി വരെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും ഓപ്ഷനുകൾ ക്രമീകരിക്കുന്നതിനുമുള്ള അവസരം അവസാനിക്കുന്നു. 24/9/2025 ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ താൽക്കാലിക പ്രസിദ്ധീകരണം ഉണ്ടായിരിക്കുന്നതാണ്. 25/9/2025 രണ്ടാം ഘട്ട അന്തിമ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണം. 26/9/2025 മുതൽ 30/9/2025 4 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജ് പ്രവേശനം നേടാനുള്ള സമയമാണ്. ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ എടുത്തവർ ആദ്യം അഡ്മിഷൻ എടുത്ത കോളേജിൽ ചെല്ലുകയും അവിടുന്ന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ച് അവിടെ കൊടുത്ത ഫീസും മേടിച്ചുകൊണ്ട് പുതിയ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യും എന്നുറപ്പുള്ള കോഴ്സുകളിലേക്ക് മാത്രം ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ 2 കോളേജുകൾ ഗവൺമെൻറ് മേഖലയിൽ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാടും. അതും നമുക്കിവിടെ രണ്ടാം ഘട്ടത്തിൽ കൊടുക്കാമെന്നാണ്. സ്വാശ്രയ മേഖലത്തിൽ സീറ്റ് വിഭജനം ഉണ്ടെങ്കിൽ പോലും മൂന്നാം ഘട്ടത്തിൽ മാത്രമേ അതിൻ്റെ നമുക്കത് ഓപ്ഷനുകൾ ഉൾപ്പെടുത്താനും അതിലേക്ക് നമുക്ക് അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. നിലവിൽ സീറ്റ് മെട്രിക്സ് ഒന്നും വന്നില്ലെങ്കിൽ മാത്രമേ എവിടെയൊക്കെ സീറ്റിൽ കൂടിയിട്ടുണ്ടെന്നും പുതിയ കോളേജിലും സ്വാശ്രയ മേഖലയിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.